dear students. This is your Mary teacher and welcome to my YouTube channel Mary's Thoughts and Talks. We all like traveling for pleasure. I am inviting you all for a travel experience that acquaints us with a strange ritual on a Fijian island. And the name of our lesson is The Sacred Turtles of Kandavu. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കെല്ലാവർക്കും വിനോദയാത്രകൾ വളരെ ഇഷ്ടമാണ് അല്ലേ? ഞാൻ നിങ്ങളെ എല്ലാവരെയും വളരെ വ്യത്യസ്തമായ ഒരു യാത്രാനുഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഫിജിയൻ ദ്വീപിലെ വിചിത്രവും അത്ഭുതപ്പെടുത്തുന്നതുമായ ആചാരത്തെക്കുറിച്ച് അറിയാം. നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ പേരാണ് കണ്ടാവുവിലെ വിശുദ്ധമായ കടലാമകൾ. ഫസ്റ്റ് we have to know about Fiji Islands. It is a multicultural island nation. It has the cultural traditions of the people of Oceanic, European, South Asian, and East Asian origins. It consists of nearly 320 islands in the Southwest Pacific Ocean, 3,152 kilometers from Sydney, Australia. Nearly 100 of these islands are inhabited. പല സംസ്കാരങ്ങളുള്ള ദ്വീപ സമൂഹമാണിത്. ഓഷ്യാനിക്, യൂറോപ്യൻ, സൗത്ത് ഏഷ്യൻ, ഈസ്റ്റ് ഏഷ്യൻ ആളുകളുടെ സാംസ്കാരിക പാരമ്പര്യമാണ് ഇവിടെയുള്ളത്. ശാന്തസമുദ്രത്തിന് തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഏകദേശം 320 ദ്വീപുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നും 3152 കിലോമീറ്റർ അകലെയാണിത്. ഇതിൽ ഏതാണ്ട് 100ഓളം ദ്വീപുകളിൽ ആൾപ്പാർപ്പുണ്ട്. കണ്ടാവു is one of the larger of islands of the Fiji group. Some 50 miles by water from the capital city of Suva is the Fijian village of Namuana. ഫിജി ദ്വീപ് സമൂഹങ്ങളിൽ വെച്ച് ഒരു വലിയ ദ്വീപാണ് കണ്ടാവു. തലസ്ഥാനമായ സുവയിൽ നിന്ന് 50 മൈലുകളോളം ജലമാർഗെ സഞ്ചരിച്ചാൽ നമുക്ക് ഗ്രാമമായ നമുവാനയിൽ എത്തുവാനായി സാധിക്കും. നമുവാന ഈസ് അറ്റ് ദ ഫുട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ ബേ ക്ലോസ് ടു ദ ഗവൺമെൻറ് സ്റ്റേഷൻ ഇൻ വുനീസെ ഹാർബർ. വുനീസെ തുറമുഖത്തിൽ ഉള്ള ഗവൺമെൻറ് സ്റ്റേഷൻ അടുത്തായി നമുവാന ഒരു മനോഹരമായ മലയിടുക്കിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. Here, the island of Kandavu narrows down to an isthmus. ഇവിടെ കണ്ടാവു ദ്വീപ് ചുരുങ്ങി കടലിടുക്കായി കാണപ്പെടുന്നു. According to the legends, years before, the warriors of Kandavu slid their canoes on rollers up over the narrow neck of land to save the long journey around the east and the west of Kandavu Island. പോയ നാളുകളിൽ ഇവിടുത്തെ യോദ്ധാക്കൾ ദ്വീപിൻ്റെ കിഴക്കും പടിഞ്ഞാറും ചുറ്റിയുള്ള നീണ്ട യാത്രകൾ ഒഴിവാക്കാനായി തങ്ങളുടെ വഞ്ചികൾ ഈ ഇടുങ്ങിയ കരയിടുക്ക് വഴി തള്ളി നീക്കുമായിരുന്നുവെന്ന് ഇവിടുത്തെ ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു. The women of Namuana village still preserve a very strange ritual, that of calling turtles from the sea.
if you visit Nemuana village to watch turtle calling. Your boat anchors in a beautiful bay under the cliff of a rocky headland. If you climb a rocky track to a point of some 150 to 200 feet up the rocky face, you can have a splendid view. നമുവാന ഗ്രാമത്തിലെ സ്ത്രീകൾ ഇപ്പോഴും ഒരു വിചിത്രമായ ആചാരം തുടർന്നു കൊണ്ടുപോരുന്നു. കടലാമകളെ വിളിക്കുന്ന രീതിയാണ് ഇത്. കടലാമകളെ വിളിക്കുന്നത് കാണുവാനായി നമുവാന ഗ്രാമത്തിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ബോട്ട് ചെങ്കുത്തായ പാറയിടുക്കിന് താഴെയുള്ള മനോഹരമായ ഒരു ഉൾക്കടലിൽ ചെന്ന് നങ്കൂരമിടും. നിങ്ങൾ ആ പാറക്കൂട്ടത്തിന് മുകളിലേക്ക് കയറി ഒരു 150 തൊട്ട് 200 അടി ഉയരത്തിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു കാഴ്ച കാണുവാനായി സാധിക്കും. You can watch all the maidens in the village of Nemuana assembled and singing a strange chant. As they chant, you will see giant turtles rising one by one to lie on the surface listening to the music. This is not a fake story. It does take place. The fishing of turtles is forbidden in this area. But if anyone from the neighboring village of Nebukalevu is present, the turtles will not rise to the surface of the bay. This turtle calling in Fiji is based on an ancient legend. നെബുക്കലേവു എന്ന ഗ്രാമത്തിലെ കന്യകകളെല്ലാം ഒന്നിച്ചുകൂടി ഒരു വിചിത്രമായ ഗീതം ആലപിക്കുന്നത് കാണുവാനായി സാധിക്കും. അവർ ആ ഗീതം ആലപിക്കുമ്പോൾ ആമകൾ കടലിൽ നിന്ന് ഒന്നൊന്നായി പൊന്തി തീരത്തേക്ക് വന്ന് ഈ ഗീതം ശ്രവിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു കെട്ടുകഥയല്ല, ഇത് ശരിക്കും അവിടെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആമകളെ പിടിക്കുന്നത് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അയൽഗ്രാമമായ നെബുക്കലേവുവിൽ നിന്ന് ആരെങ്കിലും ഈ ആമകളെ വിളിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ ഒരു ആമ പോലും തീരത്തേക്ക് വരില്ല. ഈ ആമകളെ വിളിക്കുന്ന രീതി ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Many years ago, in the beautiful village of Nemuana on the island of Kandavu, lived a very lovely princess called Tinekabonga. She was the wife of the chief of Nemuana village. She had a charming daughter called Raudalis. The two women often went fishing on the reels around their home. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമുവാന എന്ന മനോഹരമായ ഗ്രാമത്തിൽ വളരെ സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ടിനെക്കബോഗ. അവൾക്ക് ഒരു മകളുണ്ടായിരുന്നു, അതിസുന്ദരിയായ മകൾ. അവളുടെ പേരാണ് റൗഡലിസ്. ടിനെക്കബോഗ നമുവാന ഗ്രാമത്തിലെ മുഖ്യൻ്റെ ഭാര്യയായിരുന്നു. അമ്മയും മകളും വീടിനടുത്തുള്ള പാറക്കൂട്ടങ്ങളിൽ ചെന്നിരുന്ന് മീൻ പിടിക്കുക പതിവായിരുന്നു. Once they went further than usual. They waded out on the submerged reefs. They were engrossed in fishing that they did not notice the stealthy approach of the volcano filled with fishermen from the nearby village of Nebukalevu. The village is situated in the shadow of Mount Washington
which is the highest mountain of Kandahar Island. Today, Mount Washington is well known for mariners because of the lighthouse there, which warns of the dangers of the rocky coastline. ഒരിക്കൽ അവർ പതിവ് വിട്ട് അകലേക്ക് പോയി. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പാറക്കെട്ടിലേക്ക് അവർ കഷ്ടപ്പെട്ട് കയറി. മീൻ പിടിക്കലിൽ അവർ മുഴുകിപ്പോയതുകൊണ്ട് ഒരു വലിയ യുദ്ധക്കപ്പൽ വരുന്നത് അവർ അറിഞ്ഞതേയില്ല. അടുത്ത ഗ്രാമമായ നെബുക്കലേവുവിലെ മുക്കുവരാണ് ആ കപ്പലിൽ നിറയെ ഉണ്ടായിരുന്നത്. കണ്ടാവൂ ദ്വീപിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് വാഷിങ്ടനെ താഴെയായിരുന്നു നെബുക്കലേവു എന്ന ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ന് ആ പർവ്വതം അറിയാത്ത നാവികരില്ല. കാരണം ഇവിടെ ഒരു നല്ല ലൈറ്റ് ഹൗസ് ഉണ്ട്. നാവികർക്ക് പാറ നിറഞ്ഞ തീരങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തത് ഈ ലൈറ്റ് ഹൗസാണ്. Suddenly, the fishermen jumped out of their boats and caught the two women. They tied their hands and feet with wine and threw them into their canoe, and they went home in a great hurry. The women begged for their lives, but the cruel warriors from Nebuchadnezzar did not listen to their requests. പെട്ടെന്ന് മുക്കുവർ അവരുടെ വള്ളങ്ങളിൽ നിന്ന് ചാടിയിറങ്ങി സ്ത്രീകളെ കടന്നുപിടിച്ചു. മുന്തിരി വള്ളികൾ കൊണ്ട് അവരുടെ കൈകാലുകൾ ബന്ധിച്ച് അവരെ തങ്ങളുടെ വള്ളങ്ങളിലേക്ക് ഇടുകയും അതിനുശേഷം വളരെ വേഗത്തിൽ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. സ്ത്രീകൾ അവരുടെ ജീവന് വേണ്ടി യാചിച്ചു. പക്ഷേ ക്രൂരരായ നെബുക്കലേവുവിലെ ആ മുക്കുവർ അവരുടെ യാചന ചെവികൊണ്ടില്ല. The gods of the sea were kind. A great storm arose and the huge waves tossed the canoe. As the canoe submerged in water, the fishermen were surprised to see that the two women lying in the water in the hold of the canoe had turned into turtles. To save their own lives, the fishermen threw them into the sea. Then the weather changed and there were no more waves. കടലിലെ ദൈവങ്ങൾ വളരെ ദയ കാണിച്ചു. ഒരു അതിശക്തമായ കൊടുങ്കാറ്റടിക്കുകയും വഞ്ചി ആ തിരമാലകളിൽപ്പെട്ട് ഏതാണ്ട് മുങ്ങിപ്പോകാറാവുകയും ചെയ്തു. വഞ്ചിയിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നറിയാതെ വിഷമിക്കുന്ന ആ മുക്കുവരെ ഞെട്ടിച്ച് ഒരു സംഭവം ഉണ്ടായി. വഞ്ചിയിൽ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ കിടന്നിരുന്ന ആ രണ്ട് സ്ത്രീകൾ ആമകളായി മാറിയിരിക്കുന്നു. തങ്ങളുടെ സ്വന്തം ജീവൻ രക്ഷിക്കാനായി അവർ ആ ആമകളെ കടലിലേക്കെറിഞ്ഞു. പെട്ടെന്ന് തന്നെ അന്തരീക്ഷം മാറുകയും നിശ്ചലമാവുകയും തിരമാലകൾ അടങ്ങുകയും ചെയ്തു. Nebuchadnezzar fishermen continued their journey back to their home village, and the two women who had changed to turtle lived on in the water of the bay. It is their descendants today who rise from the water when the maidens of their own village chant. നെബുക്കലേവുവിലെ മുക്കുവർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഉള്ള മടക്കയാത്ര തുടർന്നു. ആമകളായി മാറിയ ആ സ്ത്രീകളാകട്ടെ വെള്ളത്തിൽ ജീവിച്ചു. അവരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് ആ ഗ്രാമത്തിലെ കന്യകകൾ പാറക്കെട്ടിലിരുന്ന് ഗീതം ആലപിക്കുമ്പോൾ തീരത്തേക്ക് വരുന്നത്. The translation of the strange song is as follows. The women of Nemuana are all dressed in mourning. Each carries a sacred club, each tattooed in a strange pattern. Do rise to the surface, Rhodalis, so we may look at you. Do rise to the surface, Chinekaboga, so we may also look at you.
You may doubt the truth of this legend, but the chanting of this strange song does bring the giant turtles to the surface of the blue waters of the bay near Namuana village on the island of Kandam. കന്യകകൾ പാടിയ ആ ഗീതത്തിൻ്റെ പരിഭാഷ ഇങ്ങനെയായിരുന്നു. നമുവാനയിലെ സ്ത്രീകൾ കറുത്ത വസ്ത്രങ്ങൾ അണിയുന്നു. പ്രത്യേക രീതിയിൽ മുദ്രണം ചെയ്ത ഓരോ വടികളുമുണ്ട് അവരുടെ കയ്യിൽ. റൗഡലിസ് കരയിലേക്ക് വന്നാലും ഞങ്ങളൊന്ന് കാണട്ടെ, ടിനേക്ക് ബോഗ നിങ്ങളെയും കാണട്ടെ. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഐതിഹ്യത്തിൻ്റെ സത്യാവസ്ഥയിൽ സംശയം തോന്നാം. പക്ഷേ കണ്ടാവൂ ദ്വീപിലെ നമുവാന ഗ്രാമത്തിൽ കന്യകകൾ വിചിത്രമായ ഈ ഗീതം ആലപിക്കുമ്പോൾ നീല ജലാശയങ്ങളിൽ നിന്ന് വലിയ ആമകൾ തീരങ്ങളിലേക്ക് അണയും എന്നുള്ള വസ്തുതയിൽ ഒരു സംശയവുമില്ല. So dear students, I'll come back with a very interesting story in my next video. So please wait. Thank you.